എനിക്ക് ഈ കാടെന്ന് വെച്ചാൽ ജീവനാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പണിക്കും പോകാതെ ഇതിൽ തന്നെ തുടർന്നത്. കൊള്ളാം. എങ്ങനെങ്കിലും ഈ നരകത്തുനിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് എനിക്ക്. എന്നാണ് വല്ല ആനയും ചവിട്ടി കൊല്ലുന്നതെന്ന് അറിയില്ല. അതൊക്കെ പോട്ടെ, ഈ ജോലിയിൽ തന്നെ തുടർന്നു എന്ന് പറയാൻ നിനക്ക് വേറെ എന്ത് ജോലിയാണ് കിട്ടിയത്? എന്തൊക്കെ കിട്ടി? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ക്ലർക്ക്, ടീച്ചർ, അങ്ങനെ എന്തൊക്കെ. ഇതൊക്കെ കളഞ്ഞിട്ടാണോ താൻ ഈ പണിക്ക് നടക്കുന്നത്? വല്ല മൃഗങ്ങൾക്കും ഭക്ഷണമാകാൻ. സത്യത്തിൽ തനിക്ക് വട്ടുണ്ടോടെ? ആ, ഒരു ചെറിയ വട്ടം തന്നെ കൂട്ടിക്കോ. ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായ ദൃശ്യം കാടാണ്. എനിക്ക് ഈ കാട്ടിൽ തന്നെ ജീവിച്ച് ഈ കാട്ടിൽ തന്നെ മരിക്കുവാനാണ് ഇഷ്ടം. എന്നാ പിന്നെ വല്ല ആദിവാസി പെണ്ണിനും കിട്ടി ഇവിടെ അങ്ങ് കൂടരുതോ? അതും ആലോചിക്കണം. നീ ഒരു ശബ്ദവും കേട്ടോ? ആരോ എന്തോ വെട്ടുന്നതാണല്ലോ. നമുക്ക് പോയി നോക്കാം. യോ, വല്ല വാനം കൊള്ളക്കാരായിരിക്കും. ചെന്ന് കേറിക്കൊടുക്കണ്ട. അവന്മാരെ കയ്യിൽ തോക്കൊക്കെ കാണും. അതുകൊണ്ട് താനൊന്ന് ചുമ്മാതിരി. അവന്മാര് വല്ലതും മുറിച്ചോണ്ട് പോകുന്നെങ്കിൽ പൊക്കോട്ടെ. ഇയാളിന് ചെന്ന് കയറി പണി വാങ്ങാൻ നിക്കണ്ട. അതിനാണ് നമ്മൾ ശമ്പളം വാങ്ങുന്നത്. പിന്നെ തല്ലുകൊണ്ട് ചാവാനാണോ ശമ്പളം? ഞാൻ എന്തായാലും പോയി നോക്കാൻ പോവാ. താമസിലേക്ക് വരണ്ട. ഓ, ഇവനെ കൊണ്ട്. ഡേയ് നില്ലേ. എന്തായാലും ഇനി താൻ ഒറ്റക്ക് പോകണ്ട, ഞാനും കൂടി വരാം. വരുന്ന രണ്ടുപേർക്ക് ഒരുമിച്ച് അനുഭവിക്കാം തന്റെ ഒരു കാര്യം. നിക്കവിടെ, ഓടരുത്. ഞാൻ ഓടുന്നൊന്നുമില്ല സാറന്മാരെ. എന്താണ് ഇവിടെ പരിപാടി? ഒരു കുഴി എടുക്കുക സാറേ. ഇയാള് കാട്ടിഴങ്ങ് കൊണ്ടുപോകണോ? അല്ല സാർ. പിന്നെ പറയടോ, കാര്യം വ്യക്തമായി പറ. കാട്ടിൽ അതിക്രമിച്ചു കയറരുതെന്ന് അറിയില്ലേ? അതൊക്കെ അറിയാം സാർ. അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? അപ്പൊ മനഃപൂർവ്വമാണ്. എന്നാൽ തന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തേ പറ്റൂ. സത്യം പറഞ്ഞോ, എന്താണ് ഉദ്ദേശം? ഡേയ്, നീ വല്ല നിധിയും കുഴിച്ചെടുക്കാണോ ഇവിടെ? ഓ, അതൊന്നുമല്ല സാറേ. ഞാൻ ഇവിടെ ഒരു അശോകമരം നടുവായിരുന്നു. ഓ, അശോകമരം നടുന്നോ? ഈ കാടിന്റെ നടുക്കോ? തന്റെ ഉടായ്പൊന്നും ഞങ്ങളോട് വേണ്ട. എന്തായാലും കേസ് എടുത്തേ പറ്റൂ. വാ, വന്ന് ഫോറസ്റ്റ് ഓഫീസറെ കാണാ. അതാ നടക്ക്. വേണ്ട, ബലപ്രയോഗമൊന്നും വേണ്ട. നടക്ക്. ഒന്ന് നടക്കട അങ്ങോട്ട്. വാടോ. എന്നാൽ ഈ കൊടുങ്കാട്ടിൽ മരം നടാൻ വന്ന് നിന്നെ സമ്മതിക്കണം കേട്ടോ. എന്റെ സൂര്യ ഒന്ന് മിണ്ടാണ്ട് നടക്ക്. ശരിയാ, ഇപ്പൊ വല്ല പന്നി വന്ന പണി വാളും. അഞ്ജലി, ആ വീട്ടിമരം വെട്ടിയ കേസിലെ മാസ്റ്ററിന്റെ കോപ്പി എവിടെ? സാർ,
ഇതല്ലല്ലോ, ഗോപികയുടെ ടേബിളിൽ കാണും. അന്ന് അയാളല്ലേ കോടതിയിൽ പോയത്? ഗോപിക, ഗോപിക, സാർ ആ വീട്ടിമര കേസിലെ മഹസറിന്റെ കോപ്പി വയ്ക്കുന്നുണ്ട്. അതവിടെ ഉണ്ടല്ലോ, വാ. സാർ, ആ ഇത് തന്നെ. ഇതില് സംശയമുള്ള ഒരു പ്രതിയെ കണ്ടെത്തിയെന്ന് വിനോദ് വിളിച്ചു പറഞ്ഞു. അഞ്ജലി, മറ്റേ ലേലത്തിന്റെ കൊട്ടേഷൻ വല്ലതും നീയല്ലേ നോക്കിയത്? സാർ ഒന്നേ വന്നുള്ളൂ. ഒന്നാ? എന്താ ബാക്കി നിങ്ങൾ രണ്ടും കൂടി മുക്കിയ? അയ്യോ, അങ്ങനൊന്നുമില്ല സാർ, ഒന്നേ വന്നുള്ളൂ. ശരി ശരി. ഇയാളാരോടോ വിനോദേ? സാർ, ഇയാൾ കാട്ടിലെന്തോ കുഴിക്കുകയായിരുന്നു. ചോദിച്ചിട്ട് സത്യം പറയുന്നില്ല. അശോകമരം നടുകയായിരുന്നു പോലും. സാർ ഒന്ന് ചോദിച്ചേ. സത്യം പറയടോ. സത്യമാണ് സാർ, ഞാനൊരു അശോകമരം നടുവായിരുന്നു. കൊല്ലക്കുടിയിൽ സൂചി എടുക്കുകയാണോടാ നീ? കാട്ടിൽ മരം നടന്നോ? സാറേ, ഞാനൊരിക്കൽ കർണാടകത്തിലെ കുറച്ച് കാടുകൾ കണ്ടു. അവിടെ നിറയെ പൂത്ത മരങ്ങളായിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നെന്നോ. ഇവിടെ പക്ഷേ കേരളത്തിൽ ഞാൻ പൂത്ത മരങ്ങൾ കണ്ടിട്ടേയില്ല. അതിന് സാറേ, കുറെ കാലമായി ഞാൻ കാട്ടിൽ പലയിടത്തും അശോകവും കുരുക്കുത്തിമുല്ലയും പൂവരശും അങ്ങനെ പല മരങ്ങൾ നട്ടു. ചിലയിടങ്ങളിൽ മാവും പ്ലാവും പേരക്കയും തുടങ്ങി പല വൃക്ഷങ്ങളും നട്ടു. ഇതൊക്കെ കൊണ്ട് തനിക്കെന്താടോ പ്രയോജനം? സാർ, നമ്മളീ കഴിക്കുന്ന മാങ്ങ, ചക്ക, ആപ്പിൾ, പേരക്ക ഏതെങ്കിലും നമ്മൾ നട്ട മരങ്ങളിൽ നിന്നാണോ? മറ്റു പലരും നട്ടതല്ലേ. പൂത്തലഞ്ഞു കിടക്കുന്ന കാട് കാണാൻ എന്ത് ഭംഗിയാണ് സാറേ. വേറൊന്നുമില്ലെങ്കിൽ നമുക്കത് കാണാമല്ലോ, നമ്മുടെ മക്കൾക്കും കാണാം. കാട്ടിൽ പഴങ്ങളുണ്ടെങ്കിൽ മൃഗങ്ങൾ നാട്ടിലേക്ക് വരില്ല. അവർ അതൊക്കെ കഴിച്ച് അവിടെ തന്നെ കഴിഞ്ഞേനെ. സംഗതി കൊള്ളാം. ഇതൊക്കെ സത്യമാണോടോ? സത്യമാണ് സാർ. സാർമാർ വന്നാൽ ഞാൻ വെച്ച് പിടിപ്പിച്ച മരങ്ങൾ കാണിച്ചു തരാം. എന്താ എന്റെ പേര്? സാർ, ധനപാലൻ. ആ വേസ്റ്റ് വനപാലം എന്നാക്കുന്നതായിരിക്കും നല്ലത്. ആട്ടെ, താൻ ഏതുവരെ പഠിച്ചു? സാർ, അത് പിന്നെ 10ാം ക്ലാസ്. സാർ, ഇയാൾ പറഞ്ഞ സത്യമാണെങ്കിൽ ഇയാളെ നമുക്ക് വനസംരക്ഷണ സമിതിയിൽ അംഗമാക്കിക്കൂടെ? തീർച്ചയായും. ഇയാൾ അംഗമാക്കില്ലെങ്കിൽ പിന്നെ ആരെ അംഗമാക്കാനാണ്? ധനപാലൻ, നിങ്ങളെപ്പോലുള്ളവരാണ് ഈ നാടിന്റെ സമ്പത്ത്. എല്ലാവരും ഇങ്ങനെയാണെങ്കിൽ ഈ നാടും കാടും എന്നേ നന്നായനെ. അപ്പോൾ ഇവന് കാട്ടിൽ അതിക്രമിച്ച് കയറിയതിന് കേസൊന്നും എടുക്കുന്നില്ല സാർ? കേസോ? ഇയാൾക്ക് അവാർഡ് വേണം കൊടുക്കാൻ. ചെമ്പനീർ പൂവിനെ തൊട്ടു നോക്കാം, ചെമ്പരത്തിപ്പൂവിൻ ചൊപ്പു കാണാം, 4 മണിപ്പൂവിനൊപ്പം കൂടാം, നട്ടുവഴികളിൽ കൂട്ടം കൂടാം, കൂട്ടുകാരത്തൊരു പാട്ടുപാടാം, കൂട്ടമായി തന്നെ നമുക്ക് പോകാം, കുഞ്ഞു മുയലിൻ്റെ കണ്ണിൽ കാണും കൊച്ചു ഭയങ്ങളെ പാടി മാറ്റാം. ചെമ്പനീർ പൂവിനെ തൊട്ടു നോക്കാം, ചെമ്പരത്തിപ്പൂവിൻ ചൊപ്പു കാണാം, 4 മണിപ്പൂവിനൊപ്പം കൂടാം, നട്ടുവഴികളിൽ കൂട്ടം കൂടാം, കൂട്ടുകാരത്തൊരു പാട്ടുപാടാം, കൂട്ടമായി തന്നെ നമുക്ക് പോകാം, കുഞ്ഞു മുയലിൻ്റെ കണ്ണിൽ കാണും കൊച്ചു ഭയങ്ങളെ പാടി മാറ്റാം. കാക്കച്ചിപ്പെണ്ണിൻ്റെ കാറൽ കേൾക്കാം, മുളും കുയിലിൻ്റെ രാഗം കേൾക്കാം, പുഴയുടെ സംഗീതം കേട്ടിരിക്കാം, അമ്മ പ്രകൃതിയെ ആദരിക്കാം, പുഴയുടെ സംഗീതം കേട്ടിരിക്കാം, അമ്മ പ്രകൃതിയെ ആദരിക്കാം, അമ്മ പ്രകൃതിയെ ആദരിക്കാം.